ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. കൂടെ നിന്ന് സ്നേഹം കാണിച്ചും സഹായത്തിന് സഹായവും ചെയ്തിട്ട് ഒരവസരം വരുമ്പോൾ കാല് വാരുന്നവരെ പലരും കണ്ടിട്ടുമുണ്ടാവും, കേട്ടിട്ടുമുണ്ടാവും. എന്നാൽ അതുപോലെ ഒരു കുലദ്രോഹിയാണ് ഈ രോഹനും. ഇങ്ങനെയുള്ളവർ വെളുത്തതെല്ലാം പാലെന്ന് കരുതി വിശ്വസിക്കുന്നവരെ എളുപ്പം വഞ്ചിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവൻ പ്രതാപവർമ്മയും വഞ്ചിച്ചിട്ട് വലിയ മാന്യനെ പോലെ ഞെളിഞ്ഞങ്ങനെ ഇരിക്കുവാണ്. ഇതൊന്നും അറിയാതെ പ്രതാപവർമ്മ രോഹനെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുവാണ്. ആ ഒരു CCTV ക്യാമറയിൽ ആ മയക്കുമരുന്ന് വെച്ച ആളിൻ്റെ ഫോട്ടോ കണ്ടെത്തി എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാനിവിടെ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിന്നൊരു കുറ്റവാളിയായി ആ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കേണ്ടി വന്നാനെ. അംബികയോടും ദീപക്കിനോടും യാമിനിയോടും എല്ലാം ഇങ്ങനെ പറയുവാണ് പ്രതാപൻ പുകഴ്ത്തി രോഹനെക്കുറിച്ച്. രോഹനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് പൊങ്ങി അങ്ങ് ഇരിക്കുവാണ്. ദീപക്കിനാണെങ്കിൽ അവനെ ആ കസേരയെന്ന് പിടിച്ചിറക്കി കാലെ പിടിച്ച് വലിച്ച് കീറണമെന്നുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ച എൻ്റെ പ്രതിച്ഛായയും സൽപ്പേരും ഒക്കെ ഇതിനകം മണ്ണടിഞ്ഞു പോയേനെ. രോഹൻ, ഞാൻ നിന്നോട് നന്ദി പറയുവാണ്. എന്നാലും ഞാൻ നിന്നോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തെറ്റായിപ്പോവും. താങ്ക്സ് രോഹൻ. ഒന്നും അറിയാതെ നിഷ്കളങ്കനെ പോലെ അഭിനയിക്കുവാണ് രോഹൻ. എന്താ അങ്കിൾ എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത്? അതിൻ്റെ ഒരാവശ്യമില്ല. അങ്കിൾ എൻ്റെ ഋതികയുടെ അച്ഛനാണ്. ഋതികയുടെ അച്ഛൻ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അച്ഛന് തുല്യമാണ്. ദൈവമേ, ഇവൻ പക്കാ ഫ്രാഡാണല്ലോ എന്ന് അംബികയും ദീപക്കൂടി ഇങ്ങനെ മനസ്സിൽ പറയുവാണ്. കാരണം കന്നി എന്നാൽ കന്നും കൂട്ടത്തിലല്ല ചേരത്തുള്ളൂ. അംബികയ്ക്കും ദീപക്കിനും അവരെ പോലുള്ളവരെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അങ്കിളെ, ഞാൻ ചെയ്തതേ ഒരു നന്മയാട്ടോ പുണ്യപ്രവൃത്തിയാട്ടോ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല. ഇതെൻ്റെ കടമയായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ഒരച്ഛന് വേണ്ടി മകൻ ചെയ്യുന്ന കടമ. മതിയടാ നിൻ്റെ അഭിനയം, മതിയാക്കി പൊയ്ക്കോടാ എന്നിങ്ങനെ കണ്ണുമുളപ്പിച്ച് നോക്കുന്നുണ്ട് ദീപക്ക്. വർമ്മ പറയുക, മോനെ നീ വലിയവനാ. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും വളരെ മുകളിലാണ് നിന്റെ സ്ഥാനം. അവൻ ആരാണെന്നും എന്താണെന്നും അവൻ്റെ സ്ഥാനം എന്താണെന്നൊക്കെ നീ പതിയെ മനസ്സിലാക്കിക്കോളും പ്രതാപ എന്നിങ്ങനെ അംബിക മനസ്സിൽ പറയുന്നുണ്ട്. പ്രതാപൻ വീണ്ടും രോഹനെക്കുറിച്ച് ഓരോന്നൊക്കെ പുകഴ്ത്തുന്നുണ്ട്. അംബിക വീണ്ടും മനസ്സിൽ പറയുവാണ്, ഇവൻ്റെ മോളെ കൊണ്ടേ ഉള്ള പ്രശ്നം തീരുന്നില്ല, പിന്നീട് അവൻ്റെ ഒരു ദത്തുപുത്രൻ. ദീപക്ക് ആലോചിക്കുക, ഞാൻ എത്ര പ്ലാൻ ചെയ്തിട്ടാണ് അവൻ്റെ കാറിൽ അത് വെച്ചത്, പിന്നെ അത് എങ്ങനെയാണത് മാറിപ്പോയത്? ഞാൻ ഇവൻ്റെ കാറിൽ വെച്ച സാധനം എങ്ങനെയാ അമ്മാവൻ്റെ കാറിലെത്തിയത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പ്രതാപന് പുകഴ്ത്തലൊക്കെ കഴിഞ്ഞിട്ടും മതിയാകുന്നില്ല. മോനെ, നിനക്ക് ഞാൻ എന്താടാ തരേണ്ടത്? അങ്കിളെ, എനിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യുപകാരത്തിനോ ഒന്നും ആലോചിച്ചല്ല ഞാനിതൊക്കെ ചെയ്തത്. അങ്കിളിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ദൈവമേ, ഋതിക പേടിച്ച് നിൽക്കുക. മോനെ, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഋതികയെ മാത്രം മതി അങ്കിളെ എന്നീ മഹാഭാവി പറയുവോ? ഇനി അങ്കിളിന് എനിക്ക് എന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഋതികയെ ഇങ്ങനെ അടിമുടി നോക്കുവാണ്. എന്നിട്ട് പറയുന്നത്, എനിക്ക് എൻ്റെ അങ്കിളിൻ്റെ സ്നേഹം മാത്രം മതി. എന്നാലിനി അങ്കിളെ, ഞാൻ ഇറങ്ങട്ടെ, പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ശരി മോനെ, മോൻ പോയിട്ട് വാ എന്നിങ്ങനെ പ്രതാപൻ അവനെ യാത്ര പറഞ്ഞു വിടുന്നുണ്ട്. അംബികയും മോനും കൂടെ കണ്ണി നോക്കുന്നുണ്ട്. എന്തുവാടാ ഇവിടെ നടക്കുന്നത്? ഇതെന്തോ വെള്ളരിക്കപ്പെട്ടണമോ? ഒരു സുപ്രഭാതത്തിൽ ഒരുത്തൻ ഇങ്ങോട്ട് കയറി വരുന്നു, മോളെ കല്യാണം ആലോചിക്കുന്നു, അവൻ പിന്നെ വീട്ടിലെ വലിയ സർവാധികാരിയായിട്ട് മാറുന്നു. ഇത് ശരിയല്ലല്ലോ. ഇവനുള്ള പണി ഉടനെ തന്നെ കൊടുക്കണം എന്നാണ് അമ്മയുടെ മകൻ്റെ ചിന്ത. ഇത്രയും കാലം എൻ്റെ നിഴലായിട്ട് രാജു ഉണ്ടായിരുന്നു. ഇപ്പോഴെനിക്ക് താങ്ങായിട്ട് ഒരാളും കൂടെ വന്നു. അവൻ എനിക്ക് താങ്ങല്ല, എനിക്ക് പിറക്കാതെ പോയ മകനാണ്. ദൈവമേ, അംബികയുടെയും മോൻ്റെയും ഋതികയുടെയും യാമിനിയുടെയും എല്ലാം കൺട്രോൾ പോയി. അവരെല്ലാം ഇങ്ങനെ കിളിപോയ പോലെ നിൽക്കുവാണ്. രോഹൻ അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അവൻ്റെ യഥാർത്ഥ രൂപത്തിലൊരു നിപ്പും ഒരു ചിരിയും ആ റവഡിസത്തിൻ്റെ ഒരു ഭാവം. അവൻ്റെ അഭിനയം ശരിക്കും വർക്കൗട്ടായി കഴിഞ്ഞ് ഇനി അവൻ്റെ രാജ്യമാണ് ഇവിടെ, എന്തും അവൻ നേടും എന്നുള്ള ഒരു ഭാവത്തിലാണ് അവൻ്റെ ഒരു ചിരിയും നിപ്പും. ദീപക്ക് രോഹൻ്റെ കാറിൽ മയക്കുമരുന്ന് വെച്ചതെല്ലാം രോഹൻ കാണുന്നുണ്ടായിരുന്നു. ഇതൊന്നും ആ പൊട്ടൻ ദീപക്ക് അറിഞ്ഞതുമില്ല. ദീപക്ക് പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പോയ ആ സമയം കൊണ്ട് പെട്ടെന്ന് രോഹൻ അവൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് മയക്കുമരുന്ന് പ്രതാപൻ്റെ കാറിലോട്ട് എടുത്ത് വെച്ചിട്ട് രോഹൻ്റെ കാറിൻ്റെ ടയർ അവൻ പഞ്ചറാക്കുകയും ചെയ്തു. എന്നിട്ട് രോഹനാണ് പോലീസുകാർക്ക് യഥാർത്ഥ ഇൻഫർമേഷൻ കൊടുത്തത്. പ്രതാപവർമ്മയുടെ കാറിൽ മയക്കുമരുന്നുണ്ടെന്നും പ്രതാപവർമ്മ ഇപ്പോൾ ഇവിടെ നിന്ന് തിരിക്കുമെന്നും ഉള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ രോഹൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ പ്രകാരമാണ് അന്ന് അവിടെ പോലീസ് വന്ന് പ്രതാപവർമ്മയെ പിടിച്ചത്. രോഹൻ അങ്ങനെ അവിടേക്ക് ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് നോക്കിയിട്ട് പറയുന്നു, ഇതുവരെ കണ്ട രോഹനെ അല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. സമാധാനത്തോടെ ചിരിച്ച് സംസാരിക്കുന്ന രോഹനെ മാത്രമേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ചിരിക്കുന്ന മുഖത്തിൻ്റെ പുറകിലുള്ള കറുത്ത പ്രതിരൂപം നിങ്ങളാരും കണ്ടിട്ടില്ല.
എന്നാൽ ഇനി മുതൽ നിങ്ങളതങ്ങോട്ട് കാണും എന്നൊക്കെ അവൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് അവൻ കാറിൽ കയറി അങ്ങ് പോവാണ്. രാജുവിൻ്റെ വീട്ടിൽ രമ്യ വന്നിട്ട് ഒരു കുപ്പി കൂൾ ഡ്രിങ്ക്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് ഒരു ഗ്ലാസ്സിലോട്ട് വേണുവേട്ടന് കൊടുത്തിട്ട് പറയുന്നത്, രാത്രിയിലെ ഊണിന് ശേഷം അല്പം മധുരം കഴിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാ. രമ്യയുടെ ഉദ്ദേശവും വരവും ഒക്കെ എന്തിനാണെന്ന് വേണുവേട്ടനറിയാം. വേണുവേട്ടൻ പറയാ, എനിക്കിത് വേണ്ടടി, പുതിയ ശീലങ്ങളൊന്നും ശീലിക്കാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് ദഹനത്തിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് രമ്യ ഇതാ ജയൻ അങ്ങോട്ട് കൊടുത്തേരെ, അവനത് ആവശ്യം വരും. ജയനും പ്രിയയും രമ്യയോടങ്ങ് ഭയങ്കര സ്നേഹത്തിലാണ്. രമ്യ അങ്ങ് പൊക്കി തലയെ വെച്ചിരിക്കുവാണ്. ജയൻ ആ ജ്യൂസ് അങ്ങോട്ട് കിട്ടിയപ്പോൾ വലിയ സന്തോഷത്തോടെ മേടിക്കുവാണ്. അപ്പോഴങ്ങോട്ട് നമ്മുടെ രാജു വലിയ വിഷമത്തോടാണ് അങ്ങോട്ട് കയറി വരുന്നത്. വേണുവേട്ടൻ ചോദിക്കുന്നത്, എന്തായി രാജു, വർമ്മസാറിൻ്റെ പേരിലുള്ള കേസൊക്കെ ഇല്ലാതായില്ലേ? പെട്ടെന്ന് രമ്യ ഒരു കളിയാക്കലും ഒരു അധികാരഭാവത്തിൽ, അങ്കിളെ ഞാൻ പറഞ്ഞില്ലയോ, അതൊക്കെ വർമ്മസാറിനെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് ആ രോഗം രക്ഷപ്പെടുത്തിയെടുത്തത്. ഫുൾ ലൈവ് ന്യൂസേ ഞാൻ ടി വിയുടെ മുന്നിൽ കുത്തിയിരുന്ന് കണ്ടതാ. അവളുടെ ആ വർത്തമാനം കേട്ടിട്ട് രാജു ദേഷ്യത്തോടെ അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വേണുവേട്ടൻ ചോദിക്കുന്നു, ഈ കുട്ടി പറഞ്ഞത് ശരിയാണോ രാജു? രോഹനാണോ ആ പ്രശ്നത്തിൽ നിന്നും വർമ്മസാറിനെ രക്ഷപ്പെടുത്തിയത്? അതെ അച്ഛാ. അപ്പോൾ ഈ പ്രശ്നത്തിന് വേണ്ടി നിനക്ക് വർമ്മസാറിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലേ? ഇല്ലച്ചാ, ഞാൻ ഋതിക മേഡവുമായിട്ട് സ്റ്റേഷനിൽ പോയിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാൻ അവരാരും കൂട്ടാക്കിയില്ല. രമ്യ ഉടനെ ജയനെ കണ്ണു കാണിക്ക്, ഇത് നല്ല അവസരമാണ്, വല്ലതൊക്കെ കുത്തി പറയാമല്ലോ. ജയനും പ്രിയയും കൂടെ കണ്ണിക്കണ്ണി നോക്കി ചിരിച്ചിട്ട് ജയൻ പറയുന്നു, അപ്പോൾ ഇപ്പം നടന്ന സംഭവത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായില്ലേ? അച്ഛന് മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായില്ലെന്നാടാന്ന് ചോദിക്കുന്നത്? അത് അച്ഛാ, ഇത്രയും കാലം രാജു വർമ്മസാറിന്റെ കൂടെ ഉണ്ടായെങ്കിലേ വർമ്മസാറിന് സംരക്ഷണമുള്ളൂ, വർമ്മസാറിന്റെ കാര്യങ്ങളൊക്കെ നടക്കും. രാജു ഉണ്ടെങ്കിലേ വർമ്മസാർ ഉണ്ണു ഉറങ്ങൂ എന്നൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെയൊന്നും ഒന്നുമല്ല കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായില്ലേ? രമ്യ പറയുക, അതൊക്കെ വർമ്മസാറിന് ഇപ്പൊ ബോധ്യമായി കാണും. നമ്മളൊക്കെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന ചില വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. സമയത്തിന് ഉപകരിക്കാതെ പാഴായി പോകുന്ന വിഗ്രഹങ്ങളൊക്കെ മാറ്റി പുതിയ വിഗ്രഹങ്ങൾ വെക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അത് കേട്ടിട്ട് രാജു ചോദിക്കുക, രമ്യ എന്തോ ഉദ്ദേശിക്കുന്നത്? ആരെക്കുറിച്ചായി പറഞ്ഞതൊക്കെ? എന്നെക്കുറിച്ചാണോ അതോ അത് ആരെക്കുറിച്ചാണെങ്കിൽ ഈ രമ്യയ്ക്ക് തോന്നുന്നത് ഞാൻ പറയും. അതിനി മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നല്ലത്. ആർക്കും ഒന്നും പകരമാകില്ല എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അതൊന്നും മാറ്റിപ്പിടിച്ചാൽ മതി. ഇവിടുത്തെ പല പ്രശ്നങ്ങളും തീരും. രാധമ്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് രാധമ്മ പറയുക, നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും മനസ്സിൽ വെച്ചിട്ട് രാജുവിനോട് സംസാരിക്കുന്നത് അത്ര നല്ലതായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറയണം. അല്ലാതെ ഈ അവസരം മുതലെടുത്ത് ഒരാളെ കുത്തി നോവിക്കുന്നത് തീരെ നല്ല കാര്യമല്ല. അത് കേട്ടിട്ട് ജയൻ പറയുക, രാധമ്മ ഈ പറഞ്ഞത് കേട്ടിട്ട് വളച്ചു കേട്ടില്ലാതെ ഉള്ള കാര്യം ഞാനങ്ങ് പറയാം. വർമ്മസാറിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ, വർമ്മസാറിൻ്റെ മകളെ നോക്കാൻ അവരുടെ കുടുംബത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇതുവരെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്കെല്ലാം അളിയനെ വളരെ വേണ്ടപ്പെട്ടവരുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ എല്ലാം തികഞ്ഞ ഒരാൾ അവർക്ക് വന്നു. അങ്ങനെ എല്ലാം തികഞ്ഞ ചില ആളുകൾ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ആളുകൾ എല്ലാം ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. രമ്യയുടെ കയ്യിൽ നിന്നേ കുറേ അധികം പണം വാങ്ങിയിട്ടുണ്ട് ജയൻ. അപ്പോൾ ഇതല്ല ഇതിനപ്പുറവും ജയൻ പറയും. ജയൻ്റെ ഈ ഉരുണ്ടുകളി വേണുവേട്ടന് മനസ്സിലായി. വേണുവേട്ടൻ പറയാം, എടാ നിൻ്റെ ഈ നിലപാടില്ലാത്ത വർത്തമാനമുണ്ടല്ലോ, അതായത് ഈ 2 വെള്ളത്തെ കാല് ചവിട്ടിയുള്ള നിപ്പ്, അതാദ്യം അങ്ങ് നിർത്ത്. ജയനെ പിന്താങ്ങിക്കൊണ്ട് പ്രിയയും, അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ചേട്ടൻ പറഞ്ഞതിലും കാര്യമില്ലേ? രാജു എത്ര നാളെന്നും പറഞ്ഞാ അവരുടെ വീട്ടിലെ കാര്യവും നോക്കി PA പണിയും കാര്യസ്ഥം പണിയും ഒക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നത്? അവൻ്റെ ജീവിതം ഒന്ന് സെറ്റിലാകണ്ടേ? വെറുതെ നടക്കാത്ത കാര്യത്തിൻ്റെ പുറകെ പോയി സമയം പാഴാക്കാതെ ഉള്ളം കൈയിലേക്ക് വരുന്ന ഭാഗ്യം നിലനിർത്തുന്നതല്ലേ ബുദ്ധി. ഭർത്താവിന് പറ്റിയ ഭാര്യ തന്നെയാണ്. അവസരം വരുമ്പോൾ കാലുമാറുന്ന ഭാര്യയും ഭർത്താവും. പ്രിയയുടെയും മാറ്റം രാജുവിന് ശരിക്കും മനസ്സിലായി. രമ്യയുടെ കയ്യിൽ നിന്ന് പണം ഇവർ 2 പേരും വാങ്ങിച്ചിട്ടുണ്ടെന്നും രാജുവിനറിയാം. രാജു സങ്കടത്തോടെ പറയുക, സന്തോഷമുണ്ട് ചേച്ചി, അവസരം മുതലാക്കി കൊത്തിപ്പറിക്കുന്ന കഴുകന്മാരുടെ കൂട്ടത്തിൽ ചേച്ചി ഉണ്ടല്ലോ, എനിക്ക് വലിയ സന്തോഷമായി. ഇതിപ്പരം ഒരടി പ്രിയയ്ക്ക് കൊടുക്കാനുണ്ടോ? നാണവും മാനവും ഉണ്ടെങ്കിൽ പ്രിയയ്ക്ക് മനസ്സിലാവും. വന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തിയിട്ട് രമ്യ ജയനും പ്രിയയ്ക്കും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. രാധമ്മയുടെയും വേണുവേട്ടൻ്റെയും നോട്ടം സഹിക്കാൻ വയ്യാതെ ജയനും പ്രിയയും വാ നമുക്ക് ഉറങ്ങാം എന്നും പറഞ്ഞ് പോവുകയാണ്. എന്തൊക്കെയാ രാധമ്മ ഇവിടെ നടക്കുന്നത്? സമയം മോശമാവുമ്പോഴേ ബന്ധുക്കൾ ശത്രുക്കളാവുമെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
ഈ ജയൻ നന്നായെന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് ആശ്വസിച്ച് തുടങ്ങിയതായിരുന്നു. എത്രയൊക്കെ മാറ്റങ്ങൾ വന്നാലും മനുഷ്യൻ്റെ ഉള്ളിലെ വിഷം കെട്ടടങ്ങത്തില്ലല്ലോ. പ്രതാപ വർമ്മ ഫോണിൽ ഋതികയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുറ്റബോധം മനസ്സിൽ. ചെറുപ്രായത്തിൽ ഋതികയെ സ്നേഹിക്കാഞ്ഞതും അതിൻ്റെതായ ഒരുപാട് വിഷമങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിക്കുവാണ്. ഋതികയാണെങ്കിൽ ഇനിയും താമസിച്ചുകൂടാ, രോഹനുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ലെന്ന് അച്ഛനോട് ഉടനെ തന്നെ പറയണം. എങ്ങനെയാണ് ഞാൻ അച്ഛനോട് പറയുന്നത്? ദൈവമേ, എനിക്ക് അതിനുള്ള ധൈര്യം തരണേ. അച്ഛൻ വിചാരിക്കുന്ന പോലെയുള്ള ഒരാളല്ല രോഹൻ. ദീപക്കിനേക്കാളും അപകടകാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് എങ്ങനെ അച്ഛനോട് പറയും? അച്ഛനത് വിശ്വസിക്കുമോ? രോഹൻ എല്ലാവരുടെയും മുന്നിൽ നല്ല പിള്ള ചമയുവാണ്. ഒരുപാട് നിഗൂഢതകൾ അവനിൽ നിറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. രാജുവിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ അച്ഛനോട് സംസാരിക്കേണ്ട. രോഹനുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ലെന്ന് മാത്രം പറയാം. അങ്ങനെ അച്ഛനോട് സംസാരിക്കാൻ ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് ഋതിക അങ്ങോട്ട് വരുവാണ്. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. ഞാനും മോളോടൊരു കാര്യം പറയണം. മൊബൈലിലിരിക്കുന്ന ഋതികയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പ്രതാപ വർമ്മ പറയുന്നു, എൻ്റെ കയ്യിൽ ഈ ഫോട്ടോ ഇരിക്കുന്നതിനൊരു കാരണമുണ്ട്. നിന്റെ ചെറുപ്പത്തിൽ എൻ്റെ ഈ കൈകളിൽ കിടന്നാണ് നീ വളരേണ്ടിയിരുന്നത്. പക്ഷേ അന്ന് എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു. ഇപ്പോഴാ തെറ്റ് ഞാൻ മനസ്സിലാക്കി ഒരുപാട് വിഷമിക്കുവാണ്. എൻ്റെ മോളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നീ കൊച്ചു കുട്ടിയായിട്ടിരുന്നപ്പോൾ എനിക്ക് ലാളിക്കാൻ പറ്റിയില്ല. എന്നാൽ നീ ഇപ്പോൾ വളർന്നതിന് ശേഷം ഒരച്ഛൻ അതിന് പറ്റത്തതുമില്ല. അതുകൊണ്ട് ആ സ്നേഹമെല്ലാം ഞാൻ ഈ ഫോട്ടോയിൽ കൂടെയാണ് തീർക്കുന്നത്. ദൈവമേ, അച്ഛൻ ഇത്രയധികം സ്നേഹം എന്നോടുണ്ടോ? അച്ഛനോട് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്? പക്ഷെ പറയാതിരിക്കാനും പറ്റില്ലല്ലോ. എൻ്റെ മകൾക്ക് എന്തായാലും ഏറ്റവും സുരക്ഷിതവും സന്തോഷമുള്ള ഒരു ജീവിതമാണ് അച്ഛനിനി നിനക്ക് വേണ്ടി തരാൻ പോകുന്നത്. എൻ്റെ മകൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ജീവിതം. ദൈവമേ, ഇത് അച്ഛൻ രോഹനെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഇത് തകർക്കാനോ മുടക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ എൻ്റെ മറ്റൊരു മുഖം അവർക്ക് കാണേണ്ടി വരും. ദൈവമേ, ഞാൻ പറയാൻ വന്ന കാര്യം ഇനി അച്ഛനോട് ഞാൻ എങ്ങനെ പറയും? എനിക്കതിന് കഴിയില്ല. അച്ഛനെ വിഷമിപ്പിക്കാനും എനിക്ക് കഴിയില്ല. ഞാനിനി എന്താ ചെയ്യുന്നത്? ദൈവമേ, നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണേ. മോൾ എന്തുവാ ആലോചിക്കുന്നേ? ഒന്നുമില്ലച്ചാ, ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എങ്കിൽ മോള് വാ, നമുക്കിനി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഡൈനിങ് ടേബിളിനടുത്തോട്ട് പോയിരിക്കുവാണ്. പെട്ടെന്ന് പ്രതാപൻ പ്ലേറ്റ് എടുത്തിട്ട് ഋതികയ്ക്കുള്ള ഭക്ഷണം വിളമ്പിയിട്ട് പറയുന്നത്, ഇന്ന് ഞാനാണ് മോൾക്ക് ഭക്ഷണം വിളമ്പുന്നതോ? എൻ്റെ മോൾക്ക് ഞാനിന്ന് ഭക്ഷണം വാരിത്തരികയും ചെയ്യും. കുഞ്ഞിലെ വാരിത്തരാൻ പറ്റിയില്ലല്ലോ, ഇപ്പോഴെങ്കിലും അച്ഛനത് ചെയ്യട്ടെ എന്നും പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ ഭക്ഷണം എടുത്ത് ഋതികയുടെ വായിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഋതിക സങ്കടത്തോടെ കണ്ണ് നിറഞ്ഞിങ്ങനെ അച്ഛനെയും നോക്കുന്നുണ്ട്. അങ്ങനെ ആ അച്ഛൻ്റെയും മകളുടെയും സന്തോഷത്തിനിടയ്ക്ക് എങ്ങനെ ഋതിക അത് പറയും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഋതിക അത് തുറന്നു പറയുവോ, അതോ പ്രതാപൻ തന്നെ രോഹൻ്റെ സ്വഭാവം മനസ്സിലാക്കി അതിൽ നിന്ന് മാറുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.